ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശു പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തുകയാണ്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. കുരിശ് സ്ഥാപിച്ചാൽ തടയണമെന്നാവശ്യപ്പെട്ട് DFO പോലീസിന് കത്ത് നൽകി. ജേനസ് രാജു ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ജേന, തൊമ്മൻകുത്തിലേക്ക് കുരിശിന്റെ വഴി നടത്തുവാൻ വിശ്വാസികൾക്കുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികമാണ്. ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടത്താം. എന്നാൽ ഈ കുരിശിന്റെ വഴി നടത്തുമ്പോൾ ആ കുരിശിന്റെ വഴിയിൽ എടുത്തുക്കുന്ന കുരിശ് ആ ഭൂമിയിൽ സ്ഥാപിക്കുകയും അതിന്മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് തടയണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അതനുസരിച്ചാണ് DFO പോലീസിന് കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് അവിടെ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കുരിശിൻ്റെ വഴി സമാപിച്ചോ? മാർഷൽ, ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉയർന്നിരിക്കുന്നത്. ഇത് വനഭൂമിയാണെന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെയുള്ള വിശ്വാസികൾ പറയുന്നു ഇത് കൈവശ ഭൂമിയാണ് എന്ന്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരാഴ്ച മുമ്പ് ഒരു കുരിശ് സ്ഥാപിച്ചത്. ആ കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് നീക്കം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കുരിശിന്റെ വഴി സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് ഈ തർക്കഭൂമിയിലേക്ക് സംഘടിപ്പിച്ചത്. ഈ ഭൂമിയിലേക്ക് കയറുന്ന ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈദികരടക്കമുള്ളവരെ തടയുകയും അവരോട് ഈ ഭൂമിയിലേക്ക് കയറിയാൽ കേസെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കയറുകയായിരുന്നു. നിങ്ങൾ വന്നപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റിയല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റിയല്ല, ഇത് വനം വകുപ്പിന്റെ ഭൂമിയാണെന്നാണ് അവർ പറഞ്ഞത്. കേസെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കേസെടുക്കുന്ന കാര്യം അവർ പറഞ്ഞില്ല. കേസെടുത്താലും ഇവിടെ വന്ന് ഇത്രയും നാൾ ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിച്ച ആളുകളെ സംബന്ധിച്ച് ഫോറസ്റ്റിന്റെ കേസൊക്കെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളറിയാം, ഇവിടെ തൊട്ടടുത്ത് ആളുകൾ വെച്ചിരിക്കുന്ന കയ്യാലയുണ്ട്. 3 ആൾ പൊക്കമുള്ള തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. അവർ വനഭൂമി എന്ന് പറയുന്ന ഈ സ്ഥലം ഈ ജണ്ട ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 700 മീറ്റർ അകലെയാണ്. ഈ 700 മീറ്ററിനുള്ളിൽ വീടുകളുണ്ട്, വേറെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം. ഈ ജണ്ടയിൽ നിന്ന് വനാതിർത്തിയിൽ നിന്ന് 700 മീറ്റർ അകലെയുള്ള സ്ഥലം വനമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, 60-65 വർഷമായിട്ട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. 1977 മുൻപ് കുടിയേറിയ കൈവശ ഭൂമിക്കെല്ലാം പട്ടയം കൊടുക്കണമെന്നുള്ളതാണ് സർക്കാർ നിബന്ധന. ഇവർക്ക് പട്ടയം കിട്ടാത്തത് ഉദ്യോഗസ്ഥരും ഭരണകൂടവും അലംഭാവം കാണിച്ചുകൊണ്ടാണ്. 1970-ലും 65-ലൊക്കെ കുടിയേറിയവർ ഇവിടെയുണ്ട്. അതിലും ഏറ്റവും തമാശയുള്ള കാര്യം, ഇതിന്റെ തൊട്ടടുത്ത് പട്ടയഭൂമിയുണ്ട്. ഇവരീ പറയുന്ന വനാതിർത്തിയിലുള്ള ജണ്ടയ്ക്കും ഈ സ്ഥലത്തിനും ഇടയ്ക്ക് പട്ടയഭൂമിയുണ്ട്. അതെങ്ങനെയാണ് വനാതിർത്തിക്ക് ഇടയ്ക്ക് പട്ടയഭൂമി? അത് കഴിഞ്ഞിട്ട് 5 സെന്റ് സ്ഥലം വനമാകുന്നത് എങ്ങനെയാ? അതിന്റെ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നയിച്ചതാണ് ഈ വിശ്വാസി സമൂഹത്തിന്, വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന ഒരു നിലപാട് എന്നുള്ളത്. എന്തായാലും വൈദികരുടെ നേതൃത്വത്തിൽ കോതമംഗലം രൂപത വൈദിക ജനറൽ അടക്കമുള്ളവർ ഇവിടെ എത്തിയാണ് ഈ കുരിശിന്റെ വഴി നടന്നത്. ചേട്ടാ, എത്ര നാളായി ഈ പ്രദേശത്ത് താമസിക്കുന്നു? ഞാൻ 50 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഈ നരുങ്ങാനതാ ഇവിടെ ഏറ്റവും ആദ്യം വന്ന ആളെ ഞാനാ. അന്നേരം ഈ ഭൂമി എന്തായിരുന്നു? അന്നേരം ഈ ഭൂമി വേറെ ഒരാളുടെ കയ്യിലായിരുന്നു. ജോസ് എന്ന് പറഞ്ഞൊരു തേക്കുകുടിയിൽ ജോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ആയിരുന്നു ഈ ഭൂമി. ആ പുള്ളി അത് വിറ്റേച്ച് പോയതാ. വേറൊരാളിന് കൊടുത്തേച്ച് പുള്ളി വണ്ണപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കും. അന്ന് തൊട്ട് കൈവശ ഭൂമി. അതെ. ഇപ്പൊ വനംവകുപ്പ് പറയുന്നത് ശരിയല്ല. അല്ല, അവരുടെ നിക്ഷിപ്ത വനഭൂമിയാണെന്നല്ലേ പറയുന്നത്. അതെങ്ങനെ ഇവിടെ അവരുടെ നിക്ഷിപ്ത വനഭൂമിയാകുന്നത്? ഈ നിൽക്കുന്ന ദേഹങ്ങളെല്ലാം കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും വളരെ ആദ്യം ഈ ഭാഗത്ത് എത്തിയത് ഇതൊരു മലയോര മേഖലയാണ്. തൊടുപുഴ നഗരത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമാണെങ്കിലും ഇതൊരു മലയോര മേഖലയാണ്. ആ മലയോര മേഖലയിൽ പെട്ടുന്ന സ്ഥലമാണ്. ഇവിടെ പലർക്കും വനഭൂമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വനഭൂമി പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നീണ്ട നാളായി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്. എന്താണ് ഈ സ്ഥലത്ത് നിങ്ങളുടെ അവകാശം? നിങ്ങൾ 25 വർഷമായിട്ട് ഈ ഭൂമി കൃഷിക്കാരുടെ കയ്യിലാണ്. പിന്നെ ഈ റോഡ് ഇത്രയും വലിയൊരു റോഡ് ഇവിടെ വന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പണിതാണല്ലോ. അപ്പം 138 കോടി രൂപയുടെ റോഡാണ് ഇതിലേക്ക് വന്ന് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കൃഷിക്കാർക്ക് അവകാശപ്പെട്ടതാണ്. കൃഷിക്കാർക്ക് കൊടുക്കണം.
ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കുന്നതിനോട് എല്ലാ മതസ്ഥർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരേ അഭിപ്രായമുള്ള ഇവിടെ ഒരു നീതി നിഷേധം നടന്നിട്ടില്ല, പട്ടയമില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ സമീപത്ത് കാണുന്ന, അതാണ് പുതിയതായി നിർമ്മിക്കുന്ന നെയ്യാശ്ശേരി തേക്കുമ്പൻ റോഡ്. ആ റോഡിൻ്റെ പാതയോരത്താണ് ഇത്. മലയോര ഹൈവേ അല്ലെങ്കിൽ മലയോര മേഖലയിലേക്കുള്ള ഒരു പുതിയ റോഡാണ്. ആ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശമൊക്കെ കുറച്ചുകൂടി തെളിഞ്ഞത്. അപ്പോൾ അതിന് സമീപം കുരിശ് സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് സെൻറ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ നടന്നത്. അവർ ഇവിടെ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വനംവകുപ്പ് അത് നീക്കം ചെയ്യുകയായിരുന്നു. എന്തായാലും ഇന്നൊരു പ്രകോപനത്തിലേക്ക് പോകേണ്ട എന്ന നിലപാടാണ് വനംവകുപ്പിനും പോലീസിനും ഉള്ളത്. കാരണം ഇതൊരു ദുഃഖവെള്ളിയാഴ്ചയായി ഇത്തരം ഒരു കുരിശിന്റെ വഴി നടത്തുമ്പോൾ വിശ്വാസികളുടെ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകണ്ട എന്നുള്ളതായിരിക്കാം പോലീസിന്റെ സമീപനം. എന്നാൽ അത് സർക്കാർ ഭൂമിയാണ്, വനഭൂമിയാണ് എന്നുള്ള നിലപാടിലാണ് വനം വകുപ്പ്. എന്നാൽ